സംസ്ഥാനം ബൂത്തിലെത്താൻ ഇനി 5 ദിവസം മാത്രം. അവസാന ലാപ്പിൽ പരസ്പരം കടന്നാക്രമിച്ച് വോട്ടുറപ്പിക്കുകയാണ് നേതാക്കൾ. രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും തമ്മിലുള്ള വാക്പോരും സജീവ ചർച്ചയാകുകയാണ്. പ്രിയങ്ക ഗാന്ധിയും പ്രചാരണത്തിനായി ഇന്ന് സംസ്ഥാനത്തെത്തും. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സലിം മാലിക്, ഇന്ന് പ്രധാനപ്പെട്ട ആരൊക്കെയാണ് പ്രചാരണത്തിനെത്തുന്നത്? ഏറ്റവും അവസാന ലാപ്പിൽ പരസ്യ പ്രചരണം തീരാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഏറ്റവും കൊടുമ്പിരി കൊണ്ട പ്രചരണത്തിലാണ് പ്രധാനപ്പെട്ട മുന്നണികളെല്ലാം. അതിൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി ഉള്ളത് പ്രിയങ്ക ഗാന്ധിയാണ്. പ്രിയങ്ക ഗാന്ധി സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇന്ന് പ്രചരണ പരിപാടികളിൽ UDFന്റെ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കും. ഒപ്പം സീതാറാം യെച്ചൂരി, ഡി രാജ തുടങ്ങിയവർ ഇന്നത്തെ പ്രചരണ പരിപാടികളിൽ LDFനായി അണിനിരക്കും. നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ളവരാണ് BJPയിൽ നിന്നും ഇന്ന് പ്രചരണത്തിലുള്ളത്. അങ്ങനെ ദേശീയ നേതാക്കളുടെ ഒരു നീണ്ട നിര തന്നെ ഇന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ വിവിധ മണ്ഡലങ്ങളിൽ പ്രചരണത്തിനായി എത്തും. മാത്രമല്ല, അവസാന ലാപ്പിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന പ്രചരണം അത് പലവിധ വിഷയങ്ങളിലേക്ക് കൂടി മാറി മാറി പോകുന്ന കാഴ്ച കൂടി നമ്മൾ കാണുകയാണ്. ഏറ്റവും ഒടുവിലായി ഏറ്റവും പ്രധാന ചർച്ചയായി നിൽക്കുന്നത് രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും തമ്മിലുള്ള പ്രസംഗത്തിലൂടെയുള്ള വാക്പോരാണ്. പിണറായി വിജയനോട് രാഹുൽ ഗാന്ധി ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു പ്രസംഗത്തിലൂടെ. അതിന് മറുപടിയായി വീണ്ടും പിണറായി വിജയൻ നൽകിയ മറുപടി അത് മുന്നണികൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു കാഴ്ച കൂടി കണ്ടതാണ്. BJPയെ തൃപ്തിപ്പെടുത്താനാണ് പിണറായി വിജയൻ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് എന്നുള്ളതാണ് UDFന്റെ വാദം. അതേസമയം രാഹുൽ ഗാന്ധിക്ക് ഭയമാണെന്നും തോൽവി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതുമെന്നും LDFും പറയുന്നു. BJPയും ഈ വിഷയത്തിൽ വിവിധ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. മാത്രമല്ല, ഓരോ മണ്ഡലങ്ങളിലും വിവിധ വിഷയങ്ങൾ കൂടി കടന്നു വരികയാണ്. ഏറ്റവും പുതുതായി കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ബിജു രമേശിനെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശിനെ വിജയിപ്പിക്കാനായി പണം നൽകാൻ എത്തി എന്നാരോപിച്ച് DYFI പ്രവർത്തകർ തടഞ്ഞു വെച്ചിരുന്നു. അത് വലിയ ചർച്ചയായിട്ടുണ്ട്. ആ മണ്ഡലത്തിലാകെ ചർച്ചയാകുന്ന വിഷയമായി മാറിയിട്ടുണ്ട്. ഒപ്പം വടകരയിലെ പ്രശ്നം സജീവ ചർച്ചയായി തന്നെ നിൽക്കുകയാണ്. LDF സ്ഥാനാർത്ഥി KK ശൈലജയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചു എന്നൊരു ആരോപണം നേരത്തെ തന്നെ LDF സ്ഥാനാർത്ഥി ഉന്നയിച്ചതാണ്. പക്ഷേ അത്തരത്തിൽ ഉന്നയിച്ചതിന് ഏതെങ്കിലും തരത്തിലുള്ള തെളിവ് പുറത്തുവിടണമെന്നൊരു വെല്ലുവിളി UDF നടത്തുന്നു. ആ നിലയിൽ വിശദമായ വിവിധ വിഷയങ്ങളും ഏറ്റവും അവസാന ലാപ്പിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. വേണു. സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.